വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിറ്റി എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. അധ്യായം 493. കിൻസുഗി അഥവാ ജീവിതത്തിലെ വീഴ്ചകളെ മനോഹരമാക്കുന്ന വിദ്യ. ജീവിത വിജയം, സന്തോഷം, സംതൃപ്തി, ലക്ഷ്യസാക്ഷാത്കാരം, ആരോഗ്യം തുടങ്ങിയ വിവിധ രംഗങ്ങളിൽ ശ്രദ്ധേയമായ ചിന്താരീതികളാണ് ജപ്പാൻ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതിൽപ്പെട്ട ഒരാശയമാണ് കിൻസുഗി. കിൻസുഗി ജപ്പാനിൽ ഉത്ഭവിച്ച ഒരു മനോഹരമായ കലയും ജീവിത ദർശനവുമാണ്. പൊട്ടിപ്പോയ മൺപാത്രങ്ങൾ പൊന്നുപൊടി കലർത്തിയ ലാക്കർ ഉപയോഗിച്ച് വീണ്ടും ചേർത്ത് പുനരുദ്ധരിക്കുന്ന രീതിയെയാണ് കിൻസുഗി എന്ന് പറയുന്നത്. ഈ ആശയത്തിന്റെ സൗന്ദര്യം ഒരു പാത്രം പൊട്ടിയതിനെ മറച്ചുവെക്കുന്നതിലല്ല, മറിച്ച് അതിന്റെ പൊട്ടലുകൾ തന്നെ പൊന്നാൽ അലങ്കരിച്ച് അതിനെ കൂടുതൽ മൂല്യമുള്ളതും മനോഹരവുമായതാക്കി മാറ്റുന്നതിലാണ്. മുറിവുകളും പരാജയങ്ങളും ജീവിതത്തിന്റെ ഭാഗമാണ്. തകർച്ചകൾ ഒരാളെ ദുർബലമാക്കണമെന്നില്ല, കൂടുതൽ ശക്തനാക്കാം. മനുഷ്യന്റെ കുറവുകളും അനുഭവങ്ങളും തന്നെയാണ് അവന്റെ സൗന്ദര്യം. വേദനകൾ മറച്ചുവെക്കാതെ അവയിൽ നിന്ന് വളരാൻ പഠിക്കുക. വീഴുന്നതോ പരാജയപ്പെടുന്നതോ ഒന്നിന്റെയും അവസാനമല്ല, കൂടുതൽ ശക്തിയോടെ മുന്നേറാനുള്ള തുടക്കമാണത്. ജീവിതം നമ്മെ തകർത്താലും കിൻസുഗി പോലെ നമ്മുടെ മുറിവുകളെ സ്വർണ്ണരേഖകളാക്കി മാറ്റാൻ നമുക്ക് കഴിയണമെന്നാണ് ഈ ചിന്ത ഉദ്ഘോഷിക്കുന്നത്. ജീവിതത്തിലെ പ്രതിസന്ധികളെയും പരാജയങ്ങളെയും നേരിടാൻ നമ്മെ സഹായിക്കുന്ന ഒരു തത്വചിന്തയാണിത്. പരാജയങ്ങൾ അവസരങ്ങളാണ്. തകർന്ന പാത്രങ്ങൾ പഴയതിനേക്കാൾ മനോഹരമായി മാറുന്നത് പോലെ ജീവിതത്തിലെ പരാജയങ്ങളും തകർച്ചകളും നമ്മെ കൂടുതൽ കരുത്തരും സുന്ദരരുമായ വ്യക്തിത്വമാക്കി മാറ്റുന്നു. മുറിവുകൾ മറച്ചുവെക്കേണ്ടതല്ല. ജീവിതത്തിലുണ്ടാകുന്ന മുറിവുകളെയും നഷ്ടങ്ങളെയും അപമാനമായി കാണാതെ അതിനെ നമ്മുടെ അനുഭവങ്ങളുടെയും അതിജീവനത്തിന്റെയും അടയാളമായി അംഗീകരിക്കാൻ കിൻസുഗി പഠിപ്പിക്കുന്നു. അപൂർണതയിലെ സൗന്ദര്യം. എല്ലാം തികഞ്ഞതിനേക്കാൾ പോരായ്മകളും മുറിവുകളും ഉള്ളതാണ് ജീവിതമെന്ന് ഈ തത്വശാസ്ത്രം ഓർമ്മിപ്പിക്കുന്നു. ഈ അപൂർണതകളെ അംഗീകരിക്കുമ്പോഴാണ് ജീവിതം കൂടുതൽ അർത്ഥവത്താകുന്നത്. ചുരുക്കത്തിൽ, പ്രതിസന്ധികളിൽ തകർന്നു പോകുമ്പോൾ സ്വന്തം ജീവിതത്തെ സ്വർണം കൊണ്ട് തുന്നിച്ചേർക്കുന്നത് പോലെ പ്രതീക്ഷയോടെയും പോസിറ്റീവായ സമീപനത്തോടെയും വീണ്ടും മനോഹരമായി പടുത്തുയർത്താൻ കിൻസുഗി പ്രചോദനമാകുന്നു. 14-ാം നൂറ്റാണ്ടിൽ ജപ്പാനീസ് ഷോഗൻ അഷികാഗ യോഷിമാസയുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചായക്കോപ്പ അറിയാതെ വഴുതി വീണുടയുകയും അത് പഴയതുപോലെ ആക്കാൻ വേണ്ടി നിലത്തുനിന്ന് വാരിക്കൂട്ടിയ സെറാമിക് കഷണങ്ങൾ അദ്ദേഹം ചൈനയിലേക്ക് കൊടുത്തുവിടുകയും ചെയ്തുവത്രേ. എന്നാൽ ആ കഷണങ്ങൾ ലോഹപ്പിന്നുകൾ കൊണ്ട് സ്റ്റേപ്പിൾ ചെയ്യപ്പെട്ട നിലയിൽ ഒട്ടു വികൃതമാക്കപ്പെട്ട് തിരികെ വന്നപ്പോൾ അദ്ദേഹത്തിന് ക്രോധമാണ് ഉള്ളിൽ വന്നത്. ഉടനടി തന്റെ നാട്ടിൽ തന്നെ പ്രഗത്ഭരായ കലാകാരന്മാരെ വരാൻ പറഞ്ഞ അദ്ദേഹം കുറെ കൂടി സൗന്ദര്യബോധത്തോടെ ആ ചായക്കോപ്പ പൂർവ്വരൂപത്തിലേക്കെത്തിക്കാൻ അവരോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ശില്പികൾ അന്ന് വികസിപ്പിച്ചെടുത്തതാണ് കിൻസുഗി എന്ന ഈ കലാരൂപമെന്നാണ് പറയപ്പെടുന്നത്. പൊട്ടിയ കഷണങ്ങൾ കിൻസുഗി ചെയ്യുമ്പോൾ അതിലെ വിള്ളലുകൾ ഒളിച്ചുവെക്കപ്പെടുന്നതിന് പകരം എടുത്തുകാട്ടപ്പെടുന്നു. ഇങ്ങനെ വീണുടഞ്ഞത് കാരണമുണ്ടായ മുറിവുകൾ ആ പാത്രത്തിന്റെ ജീവചരിത്രത്തിൽ പൊന്നിൻ കസവോടെ തന്നെ എന്നേക്കുമായി എഴുതി ചേർക്കപ്പെടുന്നു. പിൽക്കാലത്ത് ജപ്പാനിലെ ജനം സെറാമിക് പാത്രങ്ങൾ മനഃപൂർവ്വം തറയിലിട്ടുടച്ച ശേഷം കഷണങ്ങൾ പെറുക്കിയെടുത്ത് കിൻസുഗി ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടുന്ന പാത്രങ്ങൾ ശിഷ്ടകാലം അവരുടെ വീടുകളിലെ ഷോക്കേസുകളിൽ വിശ്രമിക്കും. വിള്ളലുകൾ അലങ്കരിക്കപ്പെട്ട നിലയിൽ അലമാരയിലെ ചില്ലുവാതിലിനുള്ളിൽ വിശ്രമിക്കുന്ന ഈ ചായക്കോപ്പകൾ കാണുന്നത് തങ്ങളുടെ ജീവിതങ്ങളിലെ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ അവ പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതിന്റെ ആവശ്യകത കൂടി ഇടയ്ക്കിടെ അവരെ ഓർമ്മിപ്പിക്കുമത്രേ. വീഴ്ചകളും പരാജയങ്ങളും അവസാനമല്ലെന്നും നാം വിചാരിച്ചാൽ കൂടുതൽ മനോഹരമാക്കാമെന്നുമാണ് കിൻസുഗി ഓർമ്മിപ്പിക്കുന്നത്. വീഴ്ചകളും പരാജയങ്ങളുമൊന്നുമില്ലാത്തവരായി ആരാണുള്ളത്? ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഒളിച്ചോടാതെ പ്രായോഗികമായി ജീവിക്കാനുള്ള തന്റേടമാണ് നമുക്ക് വേണ്ടത്. ഈ തന്റേടവും ആർജവവും ഉണ്ടെങ്കിൽ ഏതു വീഴ്ചയും വിദ്യയാക്കാനും മനോഹരമാക്കാനും കഴിയുമെന്നാണ് കിൻസുഗി നൽകുന്ന ഏറ്റവും വലിയ പാഠം. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 0097455526275 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.